شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖിയാമ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ാമത്തെ ആയത്തിൽ തന്നെയാണ് നമ്മുടെ ചർച്ചയുള്ളത്. അള്ളാഹുലേക്ക് നമ്മൾ ചെന്നു ചേരുന്ന രംഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അന്നേ ദിവസം അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതാണ് ആയത്തിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞു അല്ലേ, കൊണ്ടുപോകുമ്പോഴുള്ള രംഗങ്ങൾ, അപ്പോഴുള്ള നമ്മുടെ അവസ്ഥകൾ കൂട്ടം കൂട്ടമായിട്ടാണെങ്കിലും ഒറ്റക്കായി അനുഭവപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞത്. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്, ഇതൊക്കെ എപ്പോഴും നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അത് ഓർമ്മപ്പെടുത്തുകയും നമ്മൾ സ്വയം വിചാരണ ചെയ്യുകയും ചെയ്യണം എന്നാണ്. നമ്മളെ വിചാരണ ചെയ്യണം, നമ്മളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ മഹാന്മാരായ ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ. ഉമർ റളിയല്ലാഹു അൻഹു ഏകാന്തനായിരുന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയുമായിരുന്നു പലപ്പോഴും, അള്ളാഹുവിനെ തന്നെ സത്യം, ഖത്താബിൻ്റെ പുത്രനായ ഉമറെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നിന്നെ അവൻ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. ആരാണ് പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൽ ഉന്നതസ്ഥാനീയനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തോട് പറഞ്ഞു, ഇത്തഖില്ലാ, സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ ശിക്ഷിക്കുമെന്ന്. നമ്മൾക്ക് എത്ര ആളുകൾക്ക് ഈ ഒരു ബോധം ഉണ്ട്? തെറ്റുകളിലേക്ക് പോകുമ്പോൾ, ചെയ്യുമ്പോൾ, തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചിന്താഗതി എത്ര പേർ കൊണ്ട് നടക്കാറുണ്ട്? ഞാനടക്കം. ഞാൻ എന്നോടാണ് ആദ്യമായി ചോദിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വിചാരണ ചെയ്യുക. ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു മഹാന്മാരായ ആളുകൾ. അള്ളാഹുവിനെ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങനെ കരച്ചിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ നരകത്തിൽ കടക്കുകയില്ല എന്ന ഹദീസിലുണ്ടല്ലോ. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് നമുക്ക് കരയാം, അള്ളാഹുവിന് മുമ്പിൽ കരയാം, ആരും കാണൂല. അല്ലാത്ത സമയങ്ങളിലും ആവാം. ചില സമയങ്ങളിലൊക്കെ നിസ്കാരത്തിന് ഇമാമ് സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരാറുണ്ട്. ആ സൂറത്തിൻ്റെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആലോചിക്കുന്ന ആളുകൾക്ക് മതി, ആ കണ്ണ് നരകത്ത് പോവില്ല. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണാണത്. ഒരിക്കൽ ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ കരയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം അന്വേഷിച്ചു, ആയിഷ എന്ത് പറ്റി? അപ്പോൾ മഹദി അവർകൾ പറഞ്ഞു, നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞതാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൽ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? ഞങ്ങളൊക്കെ ഇപ്പം അങ്ങയുടെ കുടുംബക്കാരാണല്ലോ, അങ്ങ് പ്രവാചകനാണല്ലോ, അങ്ങാണല്ലോ ഖിയാമത്ത് നാളിൽ 1-ാം നമ്പർ ആള്, അങ്ങേക്കാണല്ലോ എല്ലാ സ്ഥാനമാനങ്ങളും ഉള്ളത്. അങ്ങ് ഞങ്ങളെ ഓർക്കുമോ? ഞങ്ങൾക്ക് അങ്ങയെ കൂട്ടി രക്ഷപ്പെടാൻ പറ്റുമോ? ഇത് ചോദിച്ചപ്പോൾ ഒരു പ്രതീക്ഷക്കും വക നൽകാത്തൊരു ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. ആയിഷ, 3 സന്ദർഭങ്ങളിൽ ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല. 3 സന്ദർഭങ്ങളിൽ ഒരാളും മറ്റൊരാൾ ഓർക്കുകയില്ല. എവിടേക്കെന്നറിയോ? നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനടുത്ത് വെച്ച്. അവിടെ ആകെ മനുഷ്യൻ്റെ ബേജാറെന്താ? ആ തുലാസിൻ്റെ ഭാരം കൂടുമോ കുറയുമോ എന്ന പേടിയായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. എൻ്റെത് കൂടോ കുറയോ എന്ന ബേജാറിൽ കൂടിയാൽ അൽഹംദുലില്ലാഹ് അവൻ രക്ഷപ്പെട്ടു. فهو في عيشة راضية, നല്ല റാഹത്തുള്ള ജീവിതത്തിലായിരിക്കും. പിന്നെ അമ്മാമൻ ഖഫത്ത് മവാസിനുഹു, കുറഞ്ഞാലോ ഫഉമ്മുഹു ഹാവിയ, പോള നരകത്തിലേക്കാണ്. അവൻ അഭയസ്ഥാനമായി ചെല്ലാനുള്ളത് നരകമാണ്. ഇതാലോചിച്ച് മനുഷ്യൻ ബേജാറാണ് സമയമാണ്. ആയിഷ, ഒരാളെയും ആ സമയത്ത് നോക്കൂല. ഈ സൂറത്തുകളൊക്കെ ഓതുമ്പോഴേ, ചെറിയ സൂറത്തുകൾ ഓതുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണേ, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ.
ഇന്നഹ അലൈഹിം മുഅ്സദത്തുൻ ഫി അമദിൻ മുമദ്ദദ എന്നൊക്കെ പറയുമ്പോഴേ നല്ല ശൈലിയിൽ ഇങ്ങനെ മണിച്ച് ചെരിച്ച് ഉഷാറാക്കി ഇങ്ങനെ ഓതിയിട്ട് അങ്ങോട്ട് പോയാൽ പോരാ. ആ പറയുന്നത് എന്താണെന്ന് ആലോചിക്കണം നമ്മൾ. വൈലുല്ലിക്കുല്ലി ഹുമസ ഓതിയിട്ട് അതിൻ്റെ അവസാനമല്ലേ ഇന്നഹ അലൈഹിം മുഅ്സദത്തുൻ ഫി അമദിൻ മുമദ്ദദ. എന്താ, നീണ്ട വലിയ തൂണുകൾ പോലെയുള്ള സംഗതികൾക്കുള്ളിൽ, അതിനുള്ളിൽ അവരെ നിറച്ചിട്ട് മേലെ അടപ്പ് വെച്ചിട്ട് ഉള്ളിൽ കത്തിക്കുന്ന തീയാണ്. അതാണ് നരകം. അങ്ങനെ നരകത്തിൽ സംഗതി ഉണ്ട് എന്ന്. യാമദിൻ നീട്ടിപ്പരത്തി ഉണ്ടാക്കിയ വലിയ തൂണുകൾക്കുള്ളിൽ മുഅ്സദത്തുൻ അടപ്പ് വെച്ചടച്ച നരകം. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓതാറുള്ള സൂറത്തല്ലേ. നമ്മൾ അങ്ങനെ ചിന്ത വരാറുണ്ടോ? അള്ളാഹുവിനോട് പറയണം, പടച്ചോനെ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 സ്ഥലങ്ങളിൽ ആരും ആരെയോ നോക്കില്ല. 1 നന്മത്തിന്മകൾ തൂക്കുന്ന തുലാസിൻ്റെ അടുത്ത് വെച്ച്. 2 കർമ്മപുസ്തകങ്ങൾ കൊണ്ടുവരുമ്പോൾ വലത് കൈയിലാണോ ഇടത് കൈയിലാണോ പിന്നിലൂടെയാണോ അത് നൽകപ്പെടുക എന്ന് അറിയുന്നത് വരെ ആരും ആരെയും നോക്കൂല. കിതാബ് കൊടുക്കുന്ന സമയത്ത് പടച്ചോനെ എനിക്കിപ്പോൾ ഏതിനെ കിട്ടുക, വലത്താണോ ഇടത്താണോ ബാക്കിലൂടെയാണോ. 3-ാമത്തെ സമയം നരകത്തിന് അഭിമുഖമായി പാലം വയ്ക്കുകയും അത് മുറിച്ചു കടക്കുകയും ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം കടക്കുന്നത് വരെ ആരും ആരെയും നോക്കൂല. ആയിഷ, നരകത്തിന് മുകളിലൂടെയാണ് സിറാത്ത് വെക്കുക അല്ലേ, അതാണ് വെച്ചിട്ട് അങ്ങോട്ട് കടക്കണം. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരട്ടെ, ആമീൻ. അവിടെ നമ്മൾ രക്ഷപ്പെടുത്താനുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചവനാ ചെങ്ങനെ രക്ഷപ്പെടുത്ത്. ആ ഒരു ശുപാർശ കിട്ടണമെങ്കിൽ അവിടുത്തെ സ്നേഹിക്കുകയും അവിടത്തോട് അനുബന്ധിച്ച് അവിടുത്തെ ജീവിതക്രമങ്ങൾ പാലിക്കുകയും ചെയ്ത് നമ്മൾ നടന്നാൽ ഇൻഷാ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, ആമീൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, സ്വന്തം കുടുംബത്തെ പോലും വന്ന് നോക്കാൻ കഴിയില്ല ആയിഷ എന്ന്. കുറച്ചൊക്കെ പ്രതീക്ഷയുള്ളൊരു മറുപടി കിട്ടുമെന്നാണ് ആയിഷ ബീവി വിചാരിച്ചത്. പക്ഷേ ഒട്ടും പ്രതീക്ഷയില്ലാത്ത മറുപടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് കൊടുത്തത്. നമ്മുടെ സ്വന്തം അവയവങ്ങളും നമ്മളെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന വിചാരണ ഘട്ടമൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയതല്ലേ. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ തള്ളിപ്പറയുന്ന നമ്മുടെ അവയവങ്ങൾ, അവർ അവിടെ എത്തിയാൽ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരുടെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. തൊലികൾ വരെ സംസാരിക്കും. അപ്പോൾ ആളുകൾ തൊലിയോട് ചോദിക്കും, എത്ര ഇനി എങ്ങനെ വർത്തമാനം പറയുന്നത്, തൊലി നീ സംസാരിക്കുകയോ? നമ്മൾ നമ്മുടെ തൊലിയോട് ചോദിക്കും അത്രേ. അപ്പോൾ ആ തൊലി പറയും അത്രേ, സകല വസ്തുക്കൾക്കും സംസാരശേഷി നൽകിയ അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. അവനാണ് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് മൊമെങ്കിലേക്ക് തന്നെ. സൂറത്ത് ഫുസ്വലത്തിലെ 20-21 ആയത്തിൻ്റെ ആശയമാണ് ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും സ്വന്തത്തെ വിചാരണ ചെയ്യുന്ന ആളുകളായിരുന്നു, സ്വന്തം വിചാരണ നടത്തുന്നവരായിരുന്നു. അതുല്യമായ ഈമാനിന്റെ ശക്തിയുണ്ടായിരുന്ന സ്വഹാബികൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആരുമാരും കാണാതെ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ ഈ ഒരു വിചാരണയുടെ സമയം ആലോചിച്ചിട്ടായിരുന്നു. നമ്മൾ കൂർക്കം വിളിച്ചുറങ്ങുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത്. ഇനിയൊരിക്കലും ജീവിതത്തിൽ വീഴ്ച വരാതിരിക്കാനും കാര്യങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാനും സ്വന്തം ശരീരത്തെ നിത്യമായി നീ വിചാരണ ചെയ്യണം എന്ന് മനുഷ്യ സമൂഹത്തോട് മുൻഗാമികളായ ആളുകൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരം വഴി ചിന്തിക്കാതിരിക്കാൻ, തെറ്റുകളെ നിസ്സാരമായി കാണാതിരിക്കാൻ ഇതിനൊക്കെ ഈ വിചാരണ ഉപകാരപ്പെടും എന്നാണ്. മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനും മനുഷ്യനെ ഉത്തമനാക്കാനും അനിവാര്യമായ ഘടകങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് നമ്മുടെ ഇമാമുമാരൊക്കെ, പ്രത്യേകിച്ച് മഖ്ദൂം തങ്ങളൊക്കെ വിവരിക്കുന്ന പല കാര്യങ്ങളിലും പെട്ട ചിലതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇനിയൊരിക്കലും ജീവിതത്തിൽ വീഴ്ച വരാതിരിക്കാൻ, കാര്യങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ, ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ വിചാരണ ചെയ്യണം. ഇമാം മഖ്ദൂം തങ്ങളെ പോലെയുള്ള അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. അദ്ദേഹത്തെ പോലെയുള്ള സകല മുൻഗാമികളും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് തന്നെയാണ്. ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ ഏറ്റവും നല്ലത് വിചാരണയെക്കുറിച്ച് ആലോചിക്കുക എന്നത് തന്നെയാണ്. മനുഷ്യനെ നേരെയാക്കാൻ അനിവാര്യമായ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതുതന്നെയാണ്. വിചാരണയെക്കുറിച്ച് പഠിക്കുക, ചിന്തിക്കുക എന്നത്. ഇന്ന് എനിക്ക് സംഭവിച്ച ആ അബദ്ധങ്ങളും തെറ്റുകളും ഇനി ആവർത്തിക്കാൻ പാടില്ല.
ഇനി ഞാനത് ആവർത്തിക്കരുത്. അങ്ങനെ ഞാൻ ആവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു തെറ്റിന് വിചാരണ ഉണ്ട്, ഞാൻ ഇതിന് വിചാരണയ്ക്ക് വിധേയനാകും എന്നു ഒരു ബോധ്യമുണ്ടെങ്കിൽ അപ്പോഴല്ലേ പിന്നെ ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കാനുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ തെറ്റുകൾ എത്രയും ചെയ്യാൻ ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാനും പറയാമെന്നുള്ളതാണെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചെയ്തുകൊണ്ട് പോലേ. അങ്ങനെയല്ല, ഇതിന് ചോദ്യമുണ്ടാവും, ഇതിന് ഞാൻ മറുപടി കാണേണ്ടി വരും, ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യൂല, ഞാനിത് മാറി നിൽക്കുകയാണ്. പരലോകത്ത് നാം വിചാരണ ചെയ്യപ്പെടുമെന്നത് തീർച്ചയാണ്. നമ്മുടെ അടക്കവും അനക്കവും മൗനവും സംസാരവും ഉറക്കവും ഉണർവും തുടങ്ങി എല്ലാം വിചാരണ ചെയ്യപ്പെടും, ഒന്നും ഒഴിയാൻ പോണില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ അടക്ക അനക്കങ്ങളും ഇബാദത്താക്കി മാറ്റണമെന്ന് നമ്മൾ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ എല്ലാ നിസ്കാരവും അടക്കവും അനക്കവും എല്ലാ ചര്യകളും കർമ്മങ്ങളും ഒക്കെ അള്ളാഹുവിനാണ്. എല്ലാം അള്ളാഹുവിനാക്കിയാൽ മതി. ഉറക്കവും ഉണർച്ചയും ജോലിക്ക് പോകലും വരലും വിശ്രമവും ഭക്ഷണം കഴിക്കലും എല്ലാം ഇബാദത്താക്കി മാറ്റിയാൽ നല്ല നീതി വെച്ച ഇബാദത്ത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ റബ്ബേ അതൊക്കെ നിനക്ക് ഇബാദത്തായി ഞാൻ ചെയ്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വിചാരണ സുഗമമാവും. അല്ലാതെ വെറുതെ തോന്നിയതുപോലെ തോന്നിവാസത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ അങ്ങനെയാണ് പോവുകയും ചെയ്യും. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ബുദ്ധിയുള്ള മനുഷ്യരായ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ വിഷയത്തിൽ എന്താണ് പറയുക, അതിനൊരു കാര്യഗൗരവത്തോടെ എടുക്കുന്ന ആളുകളാവണം. ലഘുവായി കാണരുത്, നിസ്സാരമായി കാണരുത്. 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 40 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 50 ആയിട്ടുള്ളൂ, ഇനിയുണ്ടല്ലോ 25 കൊല്ലം, അല്ലെങ്കിൽ 15 കൊല്ലം, അല്ലെങ്കിൽ 10 കൊല്ലം, കുറച്ചൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആക്കാം എന്നൊരു അലംഭാവം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. എപ്പോഴാണ് പോകുകയെന്ന് പറയാൻ പറ്റില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. റബ്ബിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. വിളിച്ചോ പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ഇപ്പോൾ വരില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനിപ്പോൾ വരില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കുറച്ചും കൂടി സമയം കൊണ്ടാന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്നിട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ വേണ്ടാത്ത ചെയ്യണം, വേണ്ടാത്ത ആലോചിക്കുകയാണ്. എന്താണത് അല്ലേ? എന്താണത്? ഞാൻ ആദ്യം എന്നോട് ഞാൻ ചോദിക്കുന്നത് എന്താണത്? ഇതൊക്കെ നമുക്കറിയാം. എന്നെ വിളിച്ചാൽ മലക്ക് വരുന്നറിയാം, മലക്കുൽ മൗത്ത് എന്നെ വിളിക്കാൻ വരുന്നറിയാം, വിളിച്ചാൽ ഞാൻ പോകേണ്ടി വരുന്നറിയാം, കുറച്ചേരം കൂടി തരുമെന്ന് വെച്ചാൽ കിട്ടൂല എന്നറിയാം, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ വിലപ്പോവില്ല എന്നറിയാം, ചെന്നിട്ട് കവറിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്നറിയാം, പുനർജന്മം കിട്ടി മഹ്ശറിലേക്ക് പോയാൽ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അങ്ങോട്ട് ചെന്നെത്തണമെന്നറിയാം, അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നറിയാം. എന്നിട്ടും അവിടെ പറയാൻ വേണ്ടി ഉത്തരങ്ങൾ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഉത്തരങ്ങൾ കണ്ടുവച്ചാൽ മതി, അള്ളാഹിന് മുമ്പിൽ പറയാനുള്ള ഉത്തരങ്ങൾ കണ്ടുവച്ചാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് 31-ാമത്തെ ആയത്ത് മുതലാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.